Christmas did not just begin on the day Jesus was born, but it began several centuries ago when God chose His people, the chosen ones, the lineage for His Son to be born. This is the story of Israel, Abraham, Isaac, Jacob, Moses, and the generations of Israelites, their struggles, slavery, exodus to the land of milk and honey, and finally, the birth of Jesus, the Redeemer. Join us and enjoy the opening program of Christmas and New Year celebrations of Minnesota Malayali Association. Maktab, Maktab, Illam, Ezhuthapettirikkunnu. Everything is written. എബ്രാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ. യഹോവേ എന്റെ നാഥ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അങ്ങ് ഈ ദാസന്റെ അരികിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എന്നും എന്നെ അനുസരിക്കുകയും ശരിയായത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക. നീയുമായി ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. ഇതാ നീയുമായുള്ള എന്റെ ഉടമ്പടി. നീ എബ്രാം എന്ന് വിളിക്കപ്പെടില്ല, എബ്രാഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാണ്. നിന്നിൽ നിന്നും ജനതകൾ പുറപ്പെടും. രാജാക്കന്മാർ നിന്നിൽ നിന്നും ഉത്ഭവിക്കും. നീയുമായും നിനക്ക് ശേഷമുള്ള നിന്റെ തലമുറകളുമായും ഞാൻ ഉടമ്പടി സ്ഥാപിക്കും. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഏബ്രഹാമും സാറയും സഹോദരൻ ലോത്തും ഹരാനിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര തുടങ്ങി. ദൈവം തന്റെ വാഗ്ദാനം അനുസരിച്ച് സാറയെ അനുഗ്രഹിച്ചു. വൃദ്ധനായ ഏബ്രഹാം 100-ാമത്തെ വയസ്സിൽ പിതാവായി. സാറയിൽ ജനിച്ച കുഞ്ഞിന് ഐസക് എന്ന് ഏബ്രഹാം പേരിട്ടു. നോക്കൂ നാഥ, നോക്കൂ, നമ്മുടെ കുഞ്ഞ് എത്ര മിടുക്കനായിരിക്കുന്നു. വൃദ്ധരായ നമ്മളെ അനുഗ്രഹിച്ച ദൈവം എത്ര കാരുണ്യവാനാണ്. സാറ പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും അറിയുന്നവനാണ് അതിൻ്റെ സൃഷ്ടാവ്. ആകാശവും ഭൂമിയും അതിലുള്ള ഓരോ ജീവജാലങ്ങളും സൃഷ്ടിച്ച അവിടുന്ന് വലിയവനാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിലുമൊക്കെ അപ്പുറം ശക്തനാണ്. വെറും നിസ്സാരനായ എന്നെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ പിതാവായി തിരഞ്ഞെടുത്തില്ലേ? കുഞ്ഞുങ്ങളെ, ഇത് ആഹ്ലാദിക്കാനുള്ള നേരമാണ്. നിങ്ങൾ പാട്ടുപാടി നൃത്തം ചെയ്യൂ. ഐസക്കിന് അത് ഒത്തിരി ഇഷ്ടമാകും.
ദൈവം പരീക്ഷിക്കുന്നു. അങ്ങയുടെ ദാസനിത അങ്ങയുടെ സമക്ഷത്തിൽ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഐസക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം. അബ്ബ എന്താണ് വിഷമിച്ചു നിൽക്കുന്നത്? ദൈവത്തിന് ബലി അർപ്പിക്കുന്നത് സന്തോഷിക്കേണ്ട കാര്യമില്ലേ? തീയും മെറുകുമുണ്ടല്ലോ. എന്നാൽ ദഹന ബലിക്കുള്ള കുഞ്ഞാടെവിടെ? മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ഐസക്, നീ ആ ബലിപീഠത്തിൽ കണ്ണുകളടച്ച് കിടക്കൂ. ദൈവത്തിന്റെ ദൂതനായ മാലാഖേ, ഇതാ ഞാൻ അവിടത്തേക്കായി എൻ്റെ പ്രിയപുത്രനെ ബലി അർപ്പിക്കാനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഐസക്കിന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം അവനെ ഒന്നും ചെയ്യരുത്. നിന്റെ ഏകമകനെ ബലിയായി നൽകാൻ നീ മടി കാണിച്ചില്ല. നീ ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് അവിടുത്തേക്ക് ഉറപ്പായി. മകനെ, എന്റെ മകനെ. അബ്ബാ, ആ മുൾച്ചെടികൾക്ക് പിന്നിൽ ഒരു മുട്ടനാടുണ്ട്. നീ അതിനെ ബലിയായി നൽകുക. ദൈവമേ, നീ എത്ര മഹത്വമുള്ളവൻ! ഞാൻ എന്നും നിന്റെ ദാസനായിരിക്കും. ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്കുകൾ അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഐസക്കിന്റെയും റബേക്കയുടെയും വിവാഹം.
ഐസക്, ഇവിടെ ഇവിടെ നോക്ക്. ബെർത്തലോ, നീ എപ്പോൾ വന്നു? ഞാനിങ്ങ് എത്തിയതേ ഉള്ളൂ. അതിരിക്കട്ടെ, നീ ഒട്ടകം എപ്പോ വാങ്ങി? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ലേ? ഐസക്കിന്റെ വിവാഹം ഉറപ്പിച്ചു. അതിന്റെ ഭാഗം ഇതൊക്കെ. ഹേയ്, അതൊന്നുമല്ല, ഇവൻ വെറുതെ. എന്നാലും കല്യാണക്കാര്യം നീ നിന്റെ ഉറ്റ ചങ്ങാതിയോട് പറഞ്ഞില്ലല്ലോ. റബേക്ക, നോക്കൂ, അതാ ഒരു ഒട്ടകവുമായി നിന്റെ വരൻ ഐസക് നിൽക്കുന്നു. ഒന്ന് ശരിക്കും നോക്കിക്കോ. ഓ, നോക്കാനൊന്നുമില്ല. ആ ഒട്ടകത്തിന്റെ മുഖമാ ഒന്നും കൂടി കാണാൻ ചന്തം. റബേക്ക, ഇനി അടുത്ത് വരൂ. നീ ആ പൂർണ്ണചന്ദ്രനെ കണ്ടോ? അത് വളരെ മനോഹരമായിട്ടുണ്ട്. റബേക്ക, നിനക്കറിയുമോ, ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പെണ്ണ് അതിനേക്കാൾ 1000 മടങ്ങ് സുന്ദരിയാണ്. بزنین امشب مستیم امشب از اون شبا هستش ساقی یک بیک بده دستش گرمش کن تو امشب ساقی با همیم ഐസക്കിനും റബേക്കായ്ക്കും ഇരട്ട കുട്ടികളുണ്ടായി, ജേക്കബും ഏസാവും. ഏസാവ് തന്റെ കടിഞ്ഞൂൽ അവകാശം ജേക്കബിന് നൽകി. ജേക്കബിന് 12 ആൺമക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ജോസഫ് ആയിരുന്നു. അതിൽ മറ്റ് സഹോദരങ്ങൾ അസൂയാലുക്കളായി.
സഹോദരന്മാരെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. പിന്നെയും അവൻ്റെ ഒരു സ്വപ്നം, ഒരു സ്വപ്നജീവി. എന്താ നീ കണ്ട സ്വപ്നം? നമ്മുടെ ആബ ഈജിപ്തിന്റെ ഫെറോ ആകുമെന്നോ മറ്റാണോ? എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കൃഷിയിടത്തിൽ പോയി രാപ്പകൽ പണിയെടുക്കേണ്ട കാര്യമില്ല. സമയാസമയം നല്ല ഭക്ഷണം കഴിച്ച് ഉല്ലസിച്ച് നടക്കാം. അല്ല സഹോദരങ്ങളെ, അതൊന്നുമല്ല ഞാൻ കണ്ടത്. കത്തി ജ്വലിക്കുന്ന സൂര്യനും പൂർണ്ണചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്റെ മുന്നിൽ തലകൊമ്പിട്ട് നിൽക്കുന്നു. അവനും അവന്റെ സ്വപ്നവും. ഒന്ന് പോയേ. ഞാൻ പിതാവിനെ സഹായിക്കാൻ കൃഷിയിടത്തിലേക്ക് പോകുവാണ്. നിങ്ങൾ വന്നാൽ പിതാവിന് വലിയ സഹായമായിരുന്നു. ഞങ്ങളുടനെ വന്നേക്കാം, നീ നടന്നോ. നിങ്ങൾക്ക് അവന്റെ സ്വപ്നം മനസ്സിലായോ? ഇല്ല. സൂര്യൻ നമ്മുടെ പിതാവും ചന്ദ്രൻ അമ്മയും 11 നക്ഷത്രങ്ങൾ നമ്മളുമാണ്. നമ്മൾ അവന്റെ മുന്നിൽ കുമ്പിടും എന്നാണ് അവൻ പറഞ്ഞത്. അഹങ്കാരി, അവനെ നമുക്ക് പകരം, അവനെ നമുക്ക് കൊല്ലാം. വേണ്ട, നമുക്ക് അവനെ മർദ്ദിച്ച് ധാന്യപ്പുരയിൽ അടയ്ക്കാം. വരൂ, പോകാം. മർദ്ദിച്ച് അവശനാക്കിയ ജോസഫിനെ സഹോദരങ്ങൾ ഇസ്മായിൽക്കാർക്ക് വിറ്റു. ഇസ്മായിൽക്കാർ ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു. ജോസഫിനെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാൻ അവന്റെ സഹോദരങ്ങൾ മേലങ്കിയിൽ ആടിന്റെ രക്തം പുരട്ടി പിതാവിനെ കാണിച്ച് വിശ്വസിപ്പിച്ചു. എന്നാൽ ഏബ്രഹത്തിന്റെയും ഐസക്കിന്റെയും ജേക്കബിന്റെയും ദൈവം ജോസഫിന്റെ കൂടെയായിരുന്നു. ഈജിപ്തിന്റെ അധികാരി ഫറോയെ അലട്ടിയ സ്വപ്നത്തിന്റെ അർത്ഥം പ്രവചിച്ച ജോസഫ് കഠിനമായ ക്ഷാമത്തിൽ നിന്നും ഈജിപ്തിനെ രക്ഷിച്ചു. ജോസഫ് ഈജിപ്തിന്റെ 2ാമത്തെ ശക്തനായ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടു. 7 വർഷം നീണ്ടുനിന്ന ക്ഷാമകാലത്ത് സഹോദരന്മാർ ജോസഫിനെ ഈജിപ്തിൽ വെച്ച് കണ്ടുമുട്ടുകയും തങ്ങളുടെ തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ജോസഫ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇത് എന്ന് ജോസഫിന് അറിയാമായിരുന്നു. ഈജിപ്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽക്കാർ വളരെ വലിയൊരു ജനതയായി മാറി. ഇതിൽ ഭയന്ന് ഈജിപ്തുകാർ അവരെ പീഡിപ്പിക്കുകയും അടിമകളെ പോലെ പെരുമാറുകയും ചെയ്തു. യഹോവയായ ദൈവം ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാൻ മോസസിനെ വിളിച്ചു. അവരുടെ മോചനത്തിനായി മോസസ് ഫറോയെ സമീപിച്ചെങ്കിലും അതിന് അദ്ദേഹം വിസമ്മതിച്ചു. ദൈവം ഈജിപ്തിൽ 10 പകർച്ചവ്യാധികൾ അയച്ചു. ഇതിൽ ഭയന്ന ഫറോ ഇസ്രായേൽ ജനതയെ വിട്ടയക്കാൻ തീരുമാനിച്ചു. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും തന്റെ ജനതയുമായി മോസസ് തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. അവരുടെ യാത്രയിൽ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും നയിച്ചു. ചാവുകടൽ 2ആയി പിളർന്നു. കടലിന്റെ നടുവിലൂടെ അവർ യാത്ര ചെയ്തു. അവർക്ക് ഭക്ഷിക്കുവാൻ ദൈവം ആകാശത്ത് നിന്നും മഞ്ഞ പൊഴിക്കുകയും ചെയ്തു. ഈജിപ്തിൽ നിന്നും പാലായനം ചെയ്ത് ചാവുകടൽ കടന്ന ഇസ്രായേൽ ജനത വിശുദ്ധമായ സീനായ് മലയുടെ ചുവട്ടിൽ ദൈവത്തിന്റെ വചനത്തിനായി കാത്തിരുന്നു. സീനായ് മലയിലേക്ക് പോയ മോസസിനെ ആഴ്ചകളോളം കാണാതിരുന്ന ജനം അക്ഷമരായി. അവർ ദൈവത്തെ മറന്നു, നിയമങ്ങൾ മറന്നു, വിഗ്രഹാരാധനയിൽ പങ്കെടുത്തു. അവരുടെ കൈവശമുള്ള സ്വർണം ഉരുക്കി ഒരു പശുക്കിടാവിനെ ഉണ്ടാക്കി ആരാധിച്ചു.
ദൈവത്തെ മറന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്ന നിങ്ങൾക്ക് ദൈവം നേരിട്ട് തന്ന കൽപ്പനകൾ ആവശ്യമില്ല. ദൈവം നിങ്ങളെ ശപിക്കും. ദൈവമേ, അങ്ങയോടുള്ള ഈ നിന്ന എനിക്ക് താങ്ങാനാവുന്നില്ല. അങ്ങയെ മറന്ന് അങ്ങയ്ക്ക് മുന്നിൽ വരാൻ പോലും അർഹതയില്ലാത്ത ഈ ജനത്തോടും എന്നോടും പൊറുക്കേണമേ. മോസസ്, എന്റെ വിരലുകൾ കൊണ്ട് കൽഫലകത്തിൽ നിങ്ങൾക്കായി എഴുതിയ കൽപ്പനകൾ കോപാഗ്നിയിൽ നീ എറിഞ്ഞുടച്ചു. നീ നിന്റെ വിരലുകളാൽ അതുപോലൊരു ഫലകത്തിൽ എഴുതുക. മോസസ്, ജോഷുവ, ആരൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം 40 വർഷം യാത്ര ചെയ്ത് വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അനവധി നൂറ്റാണ്ടുകൾ അധിവസിച്ച് വളരെ വലിയൊരു സമൂഹമായി അവർ മാറി. കുറേയേറെ കാലത്തിനു ശേഷം ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജേക്കബ് എന്ന ഒരു സാധാരണക്കാരന്റെ മകനായി ജോസഫ് ജനിച്ചു. ദാവീദിന്റെ ഗോത്രത്തിൽ ദൈവഭക്തനായ യോവാക്കീം എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന വന്ധ്യയായിരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് ദൈവകോപമാണെന്ന് വിശ്വസിച്ചു. യോവാക്കീം പതിവായി മരുഭൂമിയിൽ പോയി 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കൽ ഒരു ദൈവദൂതൻ യോവാക്കീമിനും അന്നയ്ക്കും പ്രത്യക്ഷപ്പെട്ട് ദൈവം ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തതായി അറിയിച്ചു. അവർക്കുണ്ടായ പുത്രിയാണ് മേരി. മേരി ബാലികയായിരിക്കെ യെരുസലേമിൽ ദേവാലയത്തിൽ താമസിച്ച് ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് ജീവിച്ചു. ദേവാലയത്തിൽ താമസിച്ച് ദൈവ ശുശ്രൂഷ ചെയ്തു പോന്ന കന്യകമാരിൽ വിവാഹപ്രായം എത്തിയവരെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടതിന് സ്വഭവനങ്ങളിൽ പോകുവാൻ മഹാപുരോഹിതൻ കൽപ്പിച്ചു. എല്ലാ പെൺകുട്ടികളും സ്വഭവനത്തിലേക്ക് പോയപ്പോൾ തന്റെ ജീവിതം ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചതാണെന്നും അതിനാൽ ദേവാലയത്തിൽ തുടർന്ന് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുവാൻ അനുവദിക്കണമെന്നും ഈ മഹാപുരോഹിതനോട് അഭ്യർത്ഥിച്ചു. മഹാപുരോഹിതൻ ദൈവഹിതമറിയാൻ പ്രാർത്ഥനയിൽ മുഴുകി. അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ തക്കവണ്ണം ഒരു ശബ്ദം മുഴങ്ങി. ദാവീദിന്റെ വംശത്തിലെ വിവാഹപ്രായമായ എല്ലാ പുരുഷന്മാരും ഒരു മരച്ചില്ല ദേവാലയത്തിൽ കൊണ്ടുവന്ന് അൾത്താരയിൽ വയ്ക്കണം. ഐസയാ പ്രവാചകന്റെ പ്രവചനപ്രകാരം ആരിനെ മരച്ചിലയാണോ പുഷ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി മരച്ചിലയിൽ വന്നിരിക്കുകയും ചെയ്യുന്നു, അയാളായിരിക്കും മേരിയുടെ കാര്യം. ജോസഫിന്റെ മരച്ചില്ല പുഷ്പിക്കുകയും അതിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ വന്നിരിക്കുകയും ചെയ്തു. നസ്രത്ത് എന്ന ചെറിയ പട്ടണം എബ്രായത്തിന്റെ സന്തതി പരമ്പരയിലെ ദാവീദിന്റെ ഗോത്രത്തിലെ ജോസഫ് എന്ന മരപ്പണിക്കാരന്റെയും ഭാര്യ മേരിയുടെയും ഭവനം. മേരി, നീ ദൈവപുത്രനായ ഉണ്ണിക്കായി തുന്നുന്ന കമ്പിളിക്കുപ്പായം ഇതുവരെ പൂർത്തിയാക്കിയില്ലേ? നിന്റെ നിറവേറ് കണ്ടിട്ട് നമ്മുടെ ഉണ്ണിയേശുവിന് പിറക്കാൻ അധിക സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു അമ്മയുടെ മനസ്സ് അങ്ങേക്ക് അറിയില്ലേ? എത്ര തുന്നിയാലും പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മേരി, നീ മാനവരക്ഷകന്റെ മാത്രം അമ്മയല്ല, ലോകത്തിന്റെ മുഴുവൻ മാതാവാണ്. സ്നേഹത്തിന്റെ കടൽ. എല്ലാവർക്കും നീ ആശ്രയമായി തീരും. എന്തേ അങ്ങ് ഇന്ന് വളരെ സന്തോഷവാനായി കാണുന്നു? ദൈവത്തിന്റെ മാലാഖ എന്റെ സ്വപ്നത്തിൽ വന്ന ആ നിമിഷം മുതൽ ആനന്ദത്തിന്റെ പാരമ്യതയിലാണ് ഞാൻ. ഇസ്രായേലിൽ എത്രയെത്ര യോഗ്യന്മാരുണ്ട്, എന്നിട്ടും ദൈവം സാധാരണക്കാരനായ ഒരു മരയാശാരിയായ എന്നെ, ഞാൻ കൊണ്ടുവന്ന് വെച്ച ഉണങ്ങിയ ചെടിയുടെ കമ്പ് പൂത്ത ആ നിമിഷം, ദൈവം എത്ര വലിയവനാണ്. അങ്ങേപ്പോലെ നീതിമാനും ദൈവഹിതത്തിൽ മാത്രം ജീവിക്കുന്നവനുമായ ഒരാളെ എന്റെ കൂട്ടായും രക്ഷകന്റെ വളർത്തുപിതാവായും ദൈവം തിരഞ്ഞെടുത്തതിൽ തീരെ അതിശയമില്ല. ഏതോ പുതിയ രാജകൽപ്പനയുടെ വിളംബരമാണെന്ന് തോന്നുന്നു.
ലൂഷ്യസ് സീസർ പുറപ്പെടുവിക്കുന്ന കൽപ്പന റോമാ സാമ്രാജ്യത്തിലെ എല്ലാ നിവാസികളും ജനസംഖ്യ എടുക്കാൻ സ്വന്തം ഗോത്രത്തിന്റെ പട്ടണത്തിൽ എത്തിച്ചേരണം. നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും ദൂരം യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. മേരി, രാജകൽപ്പന നമുക്ക് അനുസരിക്കാതെ വയ്യ. ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്ക് പോകാൻ തയ്യാറാവാം. സാമ്രാജ്യത്തിലെ എല്ലാ നിവാസികളും ജനസംഖ്യ എടുക്കാൻ സ്വന്തം ഗോത്രത്തിന്റെ പട്ടണത്തിൽ എത്തിച്ചേരണം. ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ജോസഫും പൂർണ്ണ ഗർഭിണിയായ മേരിയും യാത്ര പുറപ്പെട്ടു. ജനസംഖ്യാ കണക്ക് എടുക്കേണ്ടതിന് ജനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് താന്താങ്ങളുടെ പട്ടണത്തിൽ എത്തിച്ചേർന്നതിനാൽ ബേത്ലഹേമിലെ സത്രങ്ങളെല്ലാം താമസക്കാരാൽ നിറഞ്ഞിരുന്നു. കൂടുതൽ സന്ദർശകർക്ക് താമസ സൗകര്യം നൽകുവാൻ കാലിത്തൊഴുത്തുകൾ പോലും മൃഗങ്ങളെ മാറ്റി പാർപ്പിച്ച് വൃത്തിയാക്കിയിരുന്നു. അതുപോലൊരു കാലിത്തൊഴുത്ത് സത്രത്തിന്റെ താഴ്ന്ന നിലയിൽ താമസത്തിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് ജോസഫിനെ സത്രക്കാർ അറിയിച്ചു. ജോസഫിനും മേരിക്കും കാലിത്തൊഴുത്തിൽ അഭയം ലഭിച്ചു. മഴവിൽ നിറങ്ങൾ തുളുമ്പി നിന്ന് മഞ്ഞുതുള്ളികൾ, താഴേക്ക് കൺചിമ്മി നിന്ന 1000 വെള്ളി നക്ഷത്രങ്ങളും നിറഞ്ഞ ആ തണുപ്പുള്ള രാത്രിയിൽ ബേത്ലഹേമിലെ ആ കൊച്ചു കാലിത്തൊഴുത്തും അതിന് കാവിൽ നിന്ന മലമടക്കുകളും പുലിമേടുകളും വെൺപട്ടു പുതപ്പിച്ചുകൊണ്ട് ഒരു ദിവ്യ നക്ഷത്രം അവർക്ക് മുകളിൽ തെളിഞ്ഞു. ആ രാവിന്റെ ദിവ്യ നിമിഷത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി മേരി യേശുവിന് ജന്മം നൽകി. Mary's boy child, Jesus Christ, was born on Christmas Day, and man will live forevermore because of Christmas Day. Long time ago in Bethlehem, so the Holy Bible say, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a king was born today, and man will live forevermore because of Christmas Day. പെട്ടെന്ന് മാലാഖമാരുടെ ഒരു വ്യൂഹം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അവർ ഉറക്കെ പാടി, ആകാശത്ത് ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ചത് കണ്ട് കിഴക്ക് നിന്നുള്ള 3 ജ്ഞാനികൾ യഹൂദരുടെ രാജാവായ യേശു ജനിച്ചത് മനസ്സിലാക്കി. വഴികാട്ടി നിന്ന നക്ഷത്രത്തെ പിന്തുടർന്ന് അവർ ഉണ്ണിയേശുവിന്റെ കാലിത്തൊഴുത്തിലെത്തി വണങ്ങി കാഴ്ചദ്രവ്യങ്ങൾ സമ്മാനിച്ചു.